ശാന്തിഭവൻ ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെൻ്ററിൻ്റെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഡയറക്ടർ ഡോക്ടർ ഋഷ്യൻ സുമനും വളരെ വിശദമായി തന്നെ അതിൻ്റെ ഓരോ ഉള്ളടക്കവും നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക്, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ലോക മാതൃകയാണ്. നേരത്തെ പ്രിയപ്പെട്ട കുത്തുരച്ചൻ പറഞ്ഞതുപോലെ ശാന്തിഭവൻ്റെ കേന്ദ്രത്തിലെത്താം എന്ന് നേരത്തെ പലതവണ പറഞ്ഞിരുന്നതാണ്. സമയമായിട്ടില്ല എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സംശയം തോന്നുന്ന വിധത്തിൽ പലതവണ തീരുമാനിച്ചിട്ടും പോകാൻ പറ്റിയില്ല. പക്ഷേ ശാന്തിഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നേരിട്ടറിയുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുകയും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അകലങ്ങളിലിരുന്ന് മനുഷ്യൻ്റെ ജീവനാഡികളുടെ സ്പന്ദനങ്ങൾ കൺട്രോൾ റൂമിൽ അറിയാൻ കഴിയുന്ന വിധത്തിൽ ഏറ്റവും ബൃഹത്തായ വെർച്വൽ ഹോസ്പിറ്റൽ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അവസരമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിൽ ശാന്തിഭവൻ്റെ സംവിധാനങ്ങളുമായി ദീർഘമായൊരു കാലമായി ഏറെ അടുപ്പത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കുത്തുരച്ചൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴും പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം ഈ 2 ഉദ്ഘാടന ചടങ്ങുകളിൽ ചെന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻ കുന്നുമ്മലും PT ബാബുരാജുമൊക്കെ അറിയാവുന്നതുപോലെ ഒരു മെഡിക്കൽ ഹോൾസെയിൽ സെൻ്ററിൽ നിന്ന് മരുന്ന് ലഭ്യമാകുന്ന എല്ലാ കിഴിവുകളും കൂട്ടി 19.5% കമ്മീഷൻ പൂർണ്ണമായി ജനങ്ങൾക്ക് തന്നെ നൽകി. അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു മെഡിക്കൽ സെൻ്ററിൽ നിന്ന് ഒരു മെഡിക്കൽ സെൻ്ററിലേക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽ സെൻ്ററിൽ നിന്ന് ഒരു സാധാരണ മെഡിക്കൽ സെൻ്ററിലേക്ക് ഏതു തുകയ്ക്കാണോ മരുന്ന് ലഭ്യമാകുക ആ തുകയ്ക്കു തന്നെ അത് പാവപ്പെട്ട രോഗികൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ തന്നെ ഏക കേന്ദ്രമായിരിക്കും ശാന്തിഭവൻ മെഡിക്കൽ സംവിധാനം എന്ന് വളരെ അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ലാബിൻ്റെ കാര്യത്തിലായെങ്കിലും ശരീരത്തിൽ മനുഷ്യൻ ഏറ്റവും അടിയന്തിരമായി പരിശോധിക്കേണ്ട ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ലാബ് അസിസ്റ്റൻസ് അഥവാ അതിന് വരുന്ന ചെലവ് നേരത്തെ കേട്ടപ്പോൾ അത്ഭുതം തോന്നി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറിലും ലാബുകളിലും നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റവും ചെറിയ ചെലവിൽ സാധാരണക്കാരന് ലഭ്യമാക്കുക എന്ന മഹത്തായൊരു പരിശ്രമത്തിന് ഇവിടെ ജോയച്ചൻ്റെ നേതൃത്വത്തിൽ ശാന്തിഭവൻ ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെൻ്റർ നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ കണ്ടുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തന്നെ നടത്തേണ്ട ആരോഗ്യ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ഈ പരിചരണം രോഗികൾക്ക് നൽകാൻ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ തീരുമാനിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള സർക്കാരിൻ്റെ അഭിനന്ദനവും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ വെർച്വൽ ഹോസ്പിറ്റൽ സിസ്റ്റം പിതാവിന് തോന്നിയത് എന്തായാലും നന്നായി. ആ ഉപകരണത്തിന് വേറെ ഒരു പേരിടാതെ ജോയ്സ് ടച്ച് തന്നെ പേര് പിതാവിൻ്റെ ഒരു മഹത്തായ കാരുണ്യം കൊണ്ടുണ്ടാക്കിയത്. എന്താണ് ആ സ്പർശം? ലോകത്തിൻ്റെ എവിടെയിരുന്ന് ഒരുപക്ഷെ അടുത്തിരിക്കുന്ന ബന്ധു അറിയുന്നതിനേക്കാൾ പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത രോഗിക്ക്, അടുത്ത ബന്ധുവിന് ഇത്തരമൊരു അപകടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഗോൾഡൻ അവറിൽ വിളിച്ചു പറയാൻ പറ്റുന്നൊരു സംവിധാനം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ആദ്യമായി അവതരിപ്പിക്കുന്നതും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതും ഇവിടെയായിരിക്കും, ശാന്തിഭവനായിരിക്കും എന്ന കാര്യത്തിലും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ശാന്തിഭവൻ ഗുഡ് സമരിറ്റൻ മെഡിക്കൽ സെൻ്റർ സമാനതകളില്ലാത്ത വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തപൂർണമായിട്ടുള്ള ദുരമായിട്ടുള്ള ഓരോ ഘട്ടത്തിലേക്ക് പതുക്കെ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. ഒരു പട്ടാളക്കാരൻ അതിൻ്റെ മേജറെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ജോയ് കുത്തൂരച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരിക്കലും സമാനതകളോടെ മാറ്റി നിർത്താൻ കഴിയാത്ത, ഒരിക്കലും സമാനതകളോടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ, പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഈ മഹത്തായ മുന്നേറ്റത്തിന് ഒരു ബിഗ് സല്യൂട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഈ അവസരത്തിൽ നൽകാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം പിതാവിൻ്റെയും മറ്റ് മഹനീയരായ ഈ വേദിയുടെയും സാന്നിധ്യത്തിൽ ഔപചാരികതയുടെ പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.